ഇൻസ്റ്റയിൽ ഒരു സ്ഥലം കണ്ടിട്ട് വന്നതാണ് ഗ്യാസ്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ വ്യൂസ് കാണാൻ പോവാണ് ഗ്യാസ്. പറയൂ നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്തിനെ പറ്റി ഒന്ന് പറയൂ ഗ്യാസ്. ഞങ്ങൾ അങ്ങനെ ഒരു ഇൻസ്റ്റയിൽ റീൽസ് കണ്ട് അവിടെ വന്ന് എത്തിയ സ്ഥലമാണ്. വന്ന പാടന് നല്ലൊരു ആംബിയൻസ്, നല്ലൊരു എന്താ പറയുക, പറയൂ ഈ സ്ഥലത്തിനെ പറ്റി. നമ്മൾ റീൽസ് കണ്ട് വന്നാണ്. ചാരി എന്താ പറയുക ആണോ? പക്ഷേ ഞങ്ങൾ റൈനെ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ റൈനൊട്ടും വന്നില്ല. ചേട്ടാ ഓളാ നല്ല വ്യൂ ആണ്. അതാണ് വർഷ, മൃഗസ്നേഹിയാണ് വർഷ. അങ്ങനെ ഇന്ന് ആകെ മൂഡ് ഓഫിലാണ്. എന്ത് പറ്റി വർഷം ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം? വയ്യാത്തതാണോ? ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത പ്രശ്നത്തിലാണോ? വയ്യ ഭയങ്കര പോസിങ്ങാണ്. അതുപോലെ കുക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ഇതെല്ലാം നോക്കിയിരുന്ന് അവിടുന്ന് ചായ കുടിച്ച് കഴിഞ്ഞു. നൈസായിരുന്നു. എങ്ങനെയായിരുന്നു ചായ? എങ്ങനെയായിരുന്നു? അവള് ചായ കുടിച്ചില്ല. അവൾക്ക് എന്തോ ചായനോട് തന്നുകൊണ്ട് ചായ കുടിച്ചില്ല. ചേട്ടാ എങ്ങനെയായിരുന്നു ചായ? ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നതാണ്. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ പാലം വയ്യാൻ വന്ന് അവിടെ വണ്ടി നിർത്തി ഇങ്ങനെ നടന്നു ഇങ്ങനെ പോകുന്നു. ആരും ചേട്ടാ സ്പെഷ്യൽ വേണോ? മിസ് യൂണിസ് വാവോ. ഞങ്ങളിങ്ങനെ ഒരു വണ്ടി വന്നപ്പോൾ എനിക്ക് തടസ്സമായി. ചേട്ടൻ അറിയാൻ വിളിച്ചിട്ടല്ലേ? ആണ് ഹാപ്പി. ബോർഡിലെത്തിയിരിക്കുന്നു സവ്യർ ഫാം. ഇതാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഒന്ന് കാണാനില്ലേ സ്ഥലം മാത്രം? എന്തോ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരാൾക്ക് 20 ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരു 80 രൂപ കാണുന്നു. പക്ഷേ ഇന്ന് ചേട്ടൻ ഷുഗർ ഡാഡി ചേട്ടാ വീഡിയോ എന്തായാലും ഇത് പുറത്ത് വരെ. അങ്ങനെ പാൻ പൊക്കി നടക്കുന്ന ബിബിൻ ജോർജ്. പക്ഷേ അങ്ങനെ ഇന്നെന്ത് പറ്റി എനിക്കറിയത്തില്ല. ഒന്നും എടുക്കുമ്പോൾ ഒരു ലോഡ് പൊട്ടിയിട്ടാണ് ഇന്ന് പത്താൻ മുകളിലേക്ക് ഇറങ്ങി. എന്ത് പറ്റുന്നവോ നാച്ചുറൽ ബ്യൂട്ടി കാണാൻ വേണ്ടി നാച്ചുറൽ ലുക്കിൽ വന്ന വർഷം വരുന്നു. പക്ഷേ നല്ല ബ്യൂട്ടിയാണ്, നല്ല വ്യൂ ഉണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്യണ്ട, വീഡിയോ പോസ്റ്റിംഗ് വേണ്ട, നടന്നാൽ മതി. ഞങ്ങൾ ചെറുങ്ങനെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. വർഷമാണ് ഞങ്ങളെ ഫോട്ടോസ് ഞാൻ വീടിൻ്റെ അടിയിൽ കാണിച്ചു തരാം. വർഷമാണ് ഫോട്ടോസൊക്കെ എടുത്തത്. I like it. അറിയില്ല എനിക്കെന്തോ പറ്റിയെന്നാണ് കാരണം വെച്ചാൽ ഓക്കെ ഇതിലങ്ങനെ പലതും പറയും. നോട്ട് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചോദിക്കാം ആ വീഡിയോ ഈ വീഡിയോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം വീഡിയോ നിങ്ങൾ ചോദിച്ചാൽ മാത്രം ഇട്ട്. ഇവിടെ 3 പേരെ സ്റ്റില്ല് ഞാൻ എടുത്തു. ആ സ്റ്റില്ല് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്ത് പറ്റി നിങ്ങൾക്ക്? ഞാൻ കുറച്ച് വ്യൂസ് എങ്ങനെയുണ്ട് നമ്മളെ വ്യൂ? നമ്മൾ അൺഎക്സ്പെക്റ്റഡ് വന്ന സ്ഥലത്ത് വ്യൂ എങ്ങനെയുണ്ട്? പ്ലാൻ ചെയ്ത് തന്നോ? ഇങ്ങോട്ടില്ല വന്ന് നമ്മൾ വേറെ സ്ഥലം പ്ലാൻ ചെയ്ത്. നല്ല നാടൻ കള്ളു കുടിക്കണം, നല്ല കറികൾ. നീയല്ല വർഷ. ഓ പിന്നെ നീ ഒരു മാനത്തിയാണോ? അല്ലല്ലോ. പറ സ്ഥലത്തിനെ പറ്റി പറ. നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ട് വേണം ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ നിങ്ങൾ നല്ല അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഈ കൊച്ചിയിൽ ആദ്യമായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ നെക്സ്റ്റ്. ഇതിലെ ഫേസ് കാണില്ല, അവിടെ ഞാൻ ഫോട്ടോ ഇട്ടേ. ചേട്ടാ അയർലാൻഡിൽ നല്ല മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് നിന്ന് നല്ല ചൂടുള്ള ഇവിടെ ചേട്ടാ മഞ്ഞുണ്ടോ? ചേട്ടാ കേരളത്തിനെ പറ്റി 2 വാക്ക് പറയൂ. ബ്യൂട്ടിഫുൾ, അടിപൊളി. കേരളം വിട്ടു പോകുന്ന താല്പര്യമുണ്ടോ? ആണോ? എന്നാ പോകണോ? എല്ലാവരും നോട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. കാരണം
ചെറിയൊരു വ്യൂ ആണ്, പെട്ടെന്ന് വന്ന ഒരു സ്ഥലമാണ്. അതായത് എനിക്ക് തോന്നുന്നു മന്ത് അല്ലെങ്കിൽ 2 വീക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഗുഡ്. നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ട് ഒന്നിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണത്. നമ്മൾ ഏകദേശം സ്ഥലങ്ങൾ കവർ ചെയ്യാനായി. നൈസ് നൈസ് വ്യൂ. ഏകദേശം നമ്മൾ ആ സ്പോട്ടിൽ കറക്റ്റ് എത്താൻ ഏകദേശം എല്ലാം കവർ ചെയ്തു. റിവ്യൂ രൂപത്തിൽ നമുക്ക് വരുന്നില്ല, നമുക്ക് അറിയില്ല. ഏകദേശം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അയ്യോ പയ്യെ പയ്യെ പയ്യെ. ചേട്ടൻ വേറെ ഒന്നുമില്ല, ചേട്ടൻ്റെ അരവണ്ണൻ്റെ സൈസാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. അവർക്ക് ലേഡീസിനായാലും ജെൻസിനായാലും വാഷ്റൂം കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരും നല്ല എന്താ പറയുക പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കവറൊന്നും കായലിടരുത്. കാരണം നമ്മൾ എന്താ പറയുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. അങ്ങനെ പ്രകൃതി വിരുദ്ധമായിട്ട് നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് കയാക്കിങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ വാവ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ രണ്ട് പേര് എന്താ ശരിക്കും ഞങ്ങൾ ഇവിടുന്ന് ലൊക്കേഷൻ മാറാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മളിപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഞങ്ങൾ ലൊക്കേഷനിൽ ഓക്കെ, അത് നോക്കണ്ട, പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ മാറാൻ പോവുകയാണ്. നൈസ്. ഇവിടെ ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്ത് നിൽക്കാൻ ഭയങ്കര ഹാപ്പിയാണ്, സെറ്റാണ്. അപ്പോൾ നല്ല ഇവിടെ നല്ലൊരു വൈബാണ്. നമുക്കൊരു പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ അടുത്ത സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു ബ്രാൻഡാണ്, പക്ഷേ വീഡിയോയിൽ ലാസ്റ്റ് ചിലപ്പോൾ കാണിക്കുള്ളൂ. ഈ ഒരു പോക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും, എവിടെ എത്തും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ലൊക്കേഷൻ ഉണ്ട്, ലൊക്കേഷൻ ഞങ്ങൾ പറ്റിക്കോ. അമ്മേ പക്ഷേ ലോങ് പോകാൻ മനസ്സിലായോ? ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണോ എന്താണോ എന്നുള്ളൊരു ഐഡിയ ഇല്ല. വന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സഫാരി? ഇത്രയും വണ്ടി പോകാനുണ്ട്. ഇങ്ങനെ സഞ്ചാരം. Come on. Oh yeah. ഞങ്ങളിപ്പോഴുള്ളത് ക്വീൻ പാർക്കിലാണ്. ഞങ്ങളതും ഇൻസ്റ്റയിൽ റീൽസ് കണ്ട് വന്നതാണ്. ചാരുണ്ട്, വർഷമുണ്ട്. ഏം ദോഷം ഞങ്ങൾ കോഫിയിലൂടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ കോഫി ഇതാ 3 പേർക്ക് കൊടുക്കാൻ പോകുന്നു.